നിരോധിക്കേണ്ടതാണ് യഥാർത്ഥം. സർക്കാർ അത് ചെയ്യൂ. ഈ സാധനം നിർത്തി കഴിഞ്ഞാൽ കുറേ അമ്മമാർ രക്ഷപ്പെട്ടു പോകും. ഓർഡർ കൊടുത്താലും കിട്ടും, ഈ കൊച്ചു പിള്ളേരെ തൊട്ട് വലിയ ആളുകൾ വരെ കിട്ടും ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ. ഇപ്പം എല്ലാം ഓൺലൈനിലായില്ലേ, പിന്നെ ഇതുകൂടെ ഓൺലൈനാകുമ്പോൾ കൂടുതലായിട്ട് മധ്യ ആളുകൾ പോയി അതിനേക്കാൾ റേഷൻ കട വഴി കൊടുക്കുകയാണ് നല്ലത്. അതാണ് സത്യം. അങ്ങനെ കൊടുക്കാൻ പാടില്ല. ഓൺലൈനായിട്ടുള്ള നല്ലതല്ലേ, വീട്ടിൽ ഇരുന്നാൽ മതിയല്ലോ, സാധനം വീട്ടിൽ വരും. ക്യൂ നിൽക്കില്ല. വേറെ ഒരു പ്രശ്നവുമില്ല. കാറ്റ് കുടിക്കുന്നവരുടെ അവരുടെ കുടുംബം കൂടെ നാശമാവും. നമസ്കാരം. മദ്യവിൽപ്പന ഓൺലൈനാക്കാൻ സർക്കാരിനെ സമീപിച്ചിരിക്കുകയാണ് ബെവ്കോ. എന്നാൽ ബെവ്കോയുടെ ആവശ്യം ഇതുവരെ സർക്കാർ അംഗീകരിച്ചിട്ടില്ല. മദ്യവിൽപ്പന ഓൺലൈനാക്കുന്നതിനോട് ജനങ്ങൾക്ക് പറയാനുള്ളത് നമുക്കൊന്ന് കേട്ടു നോക്കാം. ഓൺലൈനായിട്ട് വിൽക്കാൻ വേണ്ടി ബെവ്കോ ഇപ്പോൾ ഒരു ശുപാർശ കൊടുത്തിരിക്കുകയാണ്. മദ്യം ഓൺലൈനായിട്ട് വിൽക്കുന്നതിനോട് അങ്ങളുടെ അഭിപ്രായം എന്താ? അത് വിൽക്കുന്നതിനോട് ഒന്നിനും യോജിപ്പില്ല. എന്തുകൊണ്ടാണ്? അത് മദ്യം എന്ന് പറയണത് വലിയ ഇതാണല്ലോ, ഇപ്പോൾ വലിയ അപകടമാണല്ലോ. അതുകൊണ്ട് അത് ഒഴിവാക്കി കിട്ടുന്നത് നല്ലതാണ്. അത് നിരോധിക്കേണ്ടതാണ് യഥാർത്ഥം. സർക്കാർ അത് ചെയ്യൂ. ചെയ്യും. പിന്നെ എന്തിനാണ് നമ്മൾ കൂടുതൽ പറയുന്നത്? അതാണ് എൻ്റെ സംഭവം. ഈ സാധനം നിർത്തി കഴിഞ്ഞാൽ കുറേ അമ്മമാർ രക്ഷപ്പെട്ടു പോകും. എന്നോട് ഐഡിയ. ഈ സാധനം നിർത്തി കഴിഞ്ഞാൽ കുറേ അമ്മമാർ രക്ഷപ്പെട്ടു പോകും. മനസ്സിലായോ? ഏറ്റവും കൂടുതൽ പണം ഉണ്ടാക്കുന്ന ഒരേ ഒരു സാധനം ഇത് തന്നെയാണ്. ഓരോ അമ്മമാരെ എല്ലാം തെറ്റാക്കി വെക്കണ ഒരേ ഒരു സാധനം ഈ തന്നെയാണ്. ഇത് സ്റ്റോപ്പിട്ട് ഈ ഒരു സാധനം നിർത്തി കഴിഞ്ഞാൽ പല പല കുടുംബങ്ങൾ രക്ഷപ്പെട്ടു പോകും. അല്ലേ, മദ്യ വിൽപ്പന ഓൺലൈൻ ആക്കുന്നതിനോട് അങ്ങൾ യോജിക്കുന്നുണ്ടോ? മദ്യം കുടിക്കാത്തതുകൊണ്ട് എനിക്ക് യാതൊരു ഇല്ല. ഞാൻ മദ്യം കഴിക്കില്ല. മദ്യം വിൽക്കുന്നതിനോട് എന്താ അഭിപ്രായം? മദ്യം വയ്ക്കാൻ വീടുകൾ നശിപ്പിക്കുന്നത്, അല്ല വേറെ ഒന്നുമല്ല, ഈ നശിപ്പിക്കുന്നത്. ഒരു കുടുംബവും രക്ഷപ്പെട്ടതായിട്ട് കേട്ടിട്ടില്ല. എന്തായാലും എല്ലാം നശിച്ചുകൊണ്ടിരിക്കുക. മദ്യം ഓൺലൈനായിട്ട് വിൽക്കുന്നതിനോട് ചേച്ചിയുടെ അഭിപ്രായം? താല്പര്യമില്ല. തെറ്റാണ്. തെറ്റ് തന്നെയാണ്. എന്താ ചെയ്യേണ്ടത് അപ്പോ? വേണ്ടാന്ന് വെക്കണം. വേണ്ടാന്ന് വെക്കണം. എല്ലാ ജീവിതങ്ങളും കുടുംബങ്ങളും നശിച്ചുകൊണ്ടിരിക്കും. ആ ഒരു കുടുംബത്തിൽ അംഗമാണ് ഞാൻ. നശിച്ചുകൊണ്ടിരിക്കുന്നത്. ചേച്ചിക്ക് എന്താ പറയാനുള്ളത് മദ്യം ഈ ഓൺലൈനായിട്ട് വിൽക്കാൻ തീരുമാനിക്കുന്നതിനോട്? അതൊരു നശിച്ചൊരു ജന്മമാണ്. കാരണം ജീവിതം ധാർമ്മായ ഒരു വ്യക്തിയാണ്. 4 പെൺമക്കളും ഞാനുമായിട്ട് പെരുവഴിയായ ഒരു ജീവിതമാണ്. ഇന്ന് എൻ്റെ ഭർത്താവ് മദ്യത്തിലടിച്ചായി സ്വന്തം ജീവിതം മാത്രം നോക്കി ജീവിക്കുന്ന ഒരു കുടുംബിനിയായ ഒരമ്മയുടെ അവസ്ഥയാണ്. ഇന്ന് 4 പെൺമക്കളും ഞാനുമായിട്ട് ഇന്ന് പെരുവഴിയിൽ കിടക്കുന്ന ഒരു വ്യക്തിയാണ്. ഈ ലോട്ടറികൾ തെരുവ് തോറും കൊണ്ടിട്ട് വിറ്റ് ജീവിക്കാൻ മാർഗ്ഗമില്ല. അന്നു നിത്യവൃത്തി ജീവിച്ചു പോകുന്നെന്ന് മാത്രമേ ഉള്ളൂ. ഇതൊക്കെ ഞങ്ങളൊക്കെ ഈ നശിച്ച ഒരു ജീവിതത്തിലുള്ള കാറ്റഗറിയിലുള്ള ആൾക്കാരാണ്. എനിക്ക് എന്ത് തോന്നുന്നു ആൻറ്റി, മദ്യം ഓൺലൈനായിട്ട് വിൽക്കുന്നതിനോട് എന്താ അഭിപ്രായം? എനിക്കങ്ങനെ പ്രത്യേകിച്ച് അതിനെക്കുറിച്ച് ഒന്നും പറയാം. മദ്യം കൊണ്ട് ഞാൻ ഈ നിലയിലെത്തി, ഇവിടെ വരെ എത്തി. അത് സത്യമാണ്. മദ്യ ദുരന്തം തന്നെയാണ്. ആക്കാൻ പാടില്ല. എന്തുകൊണ്ടാ സർ? എന്തുകൊണ്ടെന്ന് വെച്ചാൽ കൂടുതൽ മദ്യം കണ്ടമാനം ഓൺലൈനാകുമ്പോൾ ഇഷ്ടം പോലെ കിട്ടും. ഓർഡർ കൊടുത്താലും കിട്ടും, ഈ കൊച്ചു പിള്ളേരെ തൊട്ട് വലിയ ആളുകൾ വരെ കിട്ടും ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ. വേണ്ട എന്ന് തന്നെയാണ്. 100% വേണ്ട. ഇപ്പം എല്ലാം ഓൺലൈനിലായില്ലേ, പിന്നെ ഇതുകൂടെ എല്ലാം നല്ലതാണെന്ന് ഓൺലൈൻ. സിനിമ തോന്നുന്നുണ്ടോ? ടിക്കറ്റ്, ഫുഡ്, പിന്നെ ഷോപ്പിംഗ് കോംപ്ലക്സ് എല്ലാം ആയില്ലേ, പിന്നെ ഇതുകൂടെ അങ്ങ് ആയിക്കോട്ടെ. എനിക്ക് വിരോധമില്ല. ഇവിടെ തളര് പറയുമല്ല. അങ്ങനെ എന്താ അഭിപ്രായങ്ങളെ മദ്യം ഓൺലൈനായിട്ട് വിൽക്കുന്നതിനോട് എന്താ അഭിപ്രായം? തെറ്റാണ്. എന്തറിയാം, പണ്ടേ ആൾക്കാർ ഒളിച്ച് കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പം വീട്ടിൽ നേരിട്ട് കൊടുക്കുന്ന സമയത്ത് വീട്ടുകാരും തമ്മിലുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാവില്ല സംസാരങ്ങളിൽ. അതുകൊണ്ട് അത് തെറ്റെന്നാണ് എൻ്റെ അഭിപ്രായം. കുടിച്ചോണ്ടിരിക്കുകയല്ലേ ലേഡീസ് പെണ്ണുങ്ങൾ ഇഷ്ടം പോലെ ആണുങ്ങളെ പോലെ തന്നെ അവർ കുടിക്കുന്നത്. എല്ലാവരും എല്ലാം കുടിക്കുന്നു. എങ്ങനെയെങ്കിലും സർക്കാരിന് പണം കിട്ടിയാൽ മതി, യാത് വഴിക്ക് പെയ്യാലും. ജനത്തിനല്ല, സർക്കാരിന് പണം കിട്ടിയാൽ യാത് വഴിക്ക് പെയ്യാലും. ജനത്തിന് പണം കിട്ടുന്നത് ഞങ്ങൾ ഈ ലോട്ടറി വയ്ക്കുന്നത്. ഞങ്ങളെല്ലാം തൂങ്ങിച്ചാവാണ്ട ഗതിയേടായി. ക്ഷേമ പെൻഷൻ എവിടെ തരണത്? റോട്ടിൽ എവിടെ കൊടുക്കണം? നിങ്ങൾ കൊടുക്കണം. ഇല്ലില്ല, വിളിച്ചില്ല. പിടിച്ചോ വൃത്തി കൊടുക്കണം. ഇല്ല, ആവശ്യക്കാർ വാങ്ങിച്ച് കഴിക്കും, ഇല്ലാത്തവർ വേണ്ട. പിന്നെ ആ വീട്ടിൽ കിടന്ന് അടി ഉണ്ടാക്കണം. എത്രയോ പേര് ലക്ഷക്കണക്കിന് ആൾക്കാർ കഴിക്കില്ലേ? അവരെല്ലാവരും വീട്ടിൽ കിടന്ന് അടി ഉണ്ടാക്കണം. ആരും ഉണ്ടാക്കും. അടി ഉണ്ടാക്കണം, ജയിലിൽ പോകും. അഭിപ്രായം എനിക്കില്ല.
മദ്യം എന്തോന്നു നല്ലതായിരിക്കും അങ്ങനെ വിൽക്കുന്നത്? നല്ലതായിരിക്കില്ല. അത് ഓൺലൈനാകുമ്പോൾ കൂടുതലായിട്ട് മദ്യം ആളുകൾ ഉപയോഗിക്കും. അത് ബുദ്ധിമുട്ടാവും വീട്ടിൽ. മദ്യം ഓൺലൈനായി വിൽക്കുന്നതിനോട് എന്താ അതിനേക്കാൾ അഭിപ്രായം? റേഷൻ കട വഴി കൊടുക്കുകയാണ് നല്ലത്. അതാണ് സത്യം. അങ്ങനെ കൊടുക്കാൻ പാടില്ല, പാടില്ല. തീർച്ചയായിട്ടും. എന്തുകൊണ്ടാ? അതിന് റേഷൻ കടയിൽ കൊടുത്തൂടെ? അങ്ങനെ കൊടുക്കാൻ പാടില്ല, അതാണ് സത്യം. സാറിന് എന്താ അഭിപ്രായം ഓൺലൈനായിട്ട് ഈ മദ്യം വിൽക്കുന്നതിനോട്? ഓൺലൈനായിട്ടുള്ള നല്ലതല്ലേ, വീട്ടിൽ ഇരുന്നാൽ മതിയല്ലോ, സാധനം വീട്ടിൽ ക്യൂ നിൽക്കില്ല, വേറെ ഒരു പ്രശ്നവുമില്ല. ഒരു പ്രശ്നമല്ല, അതാണ് നല്ലത്. വീട്ടിൽ ഓർഡർ ചെയ്തിട്ട് ബുക്ക് ചെയ്തിട്ട് വീട്ടിൽ ഇരുന്നാൽ ക്യൂ നിൽക്കണ്ട, ഒന്നും ചെയ്യണ്ട, കാണുമെന്ന് നോക്കണ്ട. നോക്കണ്ട, അറിയാനൊന്നും പാടില്ല, ആരെയും പേടിക്കാൻ വേണ്ട, പോലീസിനെയും പേടിക്കണ്ട. ഞാൻ ഇന്ന് വരെ മദ്യം ഉപയോഗിച്ചിട്ടേ ഇല്ല. കൊച്ചു ആൾ പോലെ ആരും ചുമ്മാ വാങ്ങിച്ച് തന്നാൽ പോലും ഞാൻ കുടിക്കുക. സിഗരറ്റ് വലിക്കുക, വെള്ളമടിക്കുക, മറ്റുള്ള ഇതുണ്ടല്ലോ മയക്കുമരുന്നും ഇന്ന് വരെ. സാറിന് എന്താ അഭിപ്രായം മദ്യം ഓൺലൈനായിട്ട് വിൽക്കുന്നതിനോട്? വീട്ടിൽ ആവശ്യക്കാർ വാങ്ങിച്ചുകൊണ്ട് പോട്ട്, പിന്നെ ഇല്ലാത്തവർക്ക് കൊടുക്കണ്ട, അത്രയേ ഉള്ളൂ. കാരണം എന്തിനും നമ്മളങ്ങനെ വാങ്ങിച്ച് കുടിക്കുന്നവരുടെ അവരുടെ കുടുംബം കൂടെ നാശമാവും. കാരണം വെച്ചാൽ അവരുടെ ഭാര്യയും ഭർത്താക്കന്മാർ നിവൃത്തിയില്ല, ഒരു നേരം ആഹാരം പോലും കഴിക്കുന്ന നിവൃത്തി കാണില്ല. ഭർത്താക്കന്മാരാണെങ്കിൽ അവർക്ക് വെള്ളം അടിച്ചിട്ട് ബാക്കി ഉണ്ടെങ്കിൽ കൊടുക്കും, ഇല്ലെങ്കിൽ കൊടുക്കില്ല, പിന്നെ ബഹളം ഉണ്ടാക്കും. എല്ലാവരും ബഹളം ഉണ്ടാക്കണമെന്നില്ല, ചിലർ ബഹളം ഉണ്ടാക്കും, പ്രശ്നങ്ങളുണ്ടാക്കും. ചിലർ മാന്യമായിട്ട് കുടിച്ചിട്ട് വീട്ടിൽ കിടക്കുന്നവരുണ്ട്. ഓൺലൈനിലാകുമ്പോൾ അങ്ങനെ ആകുമ്പോൾ കൂടുതലും മദ്യം പോകുന്നത് മാത്രമല്ല, അത് വല്ലാത്ത ഒരു പ്രയാസമാണ്. പല കുടുംബങ്ങളും തയ്യാറാണ്. അതുകൊണ്ട് അത് ചെയ്യാതിരിക്കണം ഏറ്റവും നല്ലത്. കാരണം അതാണ് ഏറ്റവും നല്ലത്. കാരണം ഇപ്പോൾ ആവശ്യമുള്ളവർ പൈസ കൊടുത്ത് വാങ്ങിച്ച് കുടിക്കുക, എന്ത് വേണോ ചെയ്ത് കൊട്ടി. അല്ലാതെ നമ്മൾ ഓൺലൈനിലാകുമ്പോൾ ആൾ ഇഷ്ടം പോലെ വന്ന് വാങ്ങിച്ച് എടുത്തുകൊണ്ട് വലിയ മാന്യന്മാർ കുടിക്കാതിരിക്കുന്നവർ വാങ്ങിച്ച് കുടിക്കും. വീട്ടിലില്ല, ഒരു മുറിക്കകത്ത് അടച്ചിട്ടിട്ട് അവിടെ കയറിക്കകത്ത് കുടിച്ച് എന്ന് ചെയ്യാം. അപ്പോൾ അവരുടെ സ്വഭാവം മാറുമ്പോൾ വീട്ടിൽ തന്നെ ബഹളം ഉണ്ടാക്കും. ഇതൊക്കെയാണ് മദ്യം ഉപയോഗിക്കുന്ന ഗവൺമെൻറ്റിന് ലാഭമൊക്കെ തന്നെ. ഗവൺമെൻറ് ഇതിൻ്റെയൊക്കെ ലാഭം കൊണ്ടൊക്കെ തന്നെ നീതിപ്പണങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. അതൊന്നും ഞാൻ ഗവൺമെൻറ്റിനെ കുറ്റം ഞാൻ ഒരിക്കലും പറയുന്നുമില്ല. ന്യായമായിട്ടുള്ള കാര്യങ്ങൾ ഗവൺമെൻറ്റിന് കിട്ടാനുള്ളത് അവർ സാധിക്കും. പിന്നെ വേണോ വേണ്ടെന്നുള്ള അവരുടെ വ്യക്തിയുടെ കാര്യമാണ്. ഇപ്പം എനിക്ക് വേണ്ട, ഞാൻ അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ കുടിച്ചിട്ടില്ല. എനിക്ക് ഓരോ ജനങ്ങളും തീരുമാനം എടുത്താൽ ഇന്ന് വരെ ഒരു കഞ്ചാവലിയോ മറ്റേ മദ്യം ആരും ചുമ്മാ തന്നാൽ പോലും ഞാൻ ഉപയോഗിക്കില്ല. വേണ്ടെന്ന് ഇന്നുവരെ അങ്ങനെയാണ്.